ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇത് ആംബിയർ മാഗ്നസിൻ്റെ 3 വർഷം പഴക്കമുള്ള സ്കൂട്ടറാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആവറേജ് ഓട്ടം മാത്രമാണ് ഇതിനുള്ളത്. 3 വർഷമായിട്ട് ഇത് ഏകദേശം 3 വർഷം ആയിട്ടില്ല, ഏകദേശം 3 വർഷം ആകുന്നു. 16,944 കിലോമീറ്റർ, ഏകദേശം 17,000 കിലോമീറ്ററാണ് ഈ വണ്ടി ഇപ്പോൾ ഓടിയത്. ഇതുവരെ പരാത്ത കംപ്ലൈൻറ്റുകളൊന്നും വന്നിട്ടില്ല. ഇപ്പോഴും ഏകദേശം ഒരു 85 കിലോമീറ്റർ മൈലേജ് റേഞ്ച് കിട്ടുന്നുണ്ട് ഒരു ഫുൾ ചാർജിൽ. ഈ 3 വർഷത്തിനിടയ്ക്ക് ഇതിൻ്റെ ലോക്ക് ഒന്ന് മാറി. അത് മാത്രമായിട്ട് കംപ്ലൈൻറ്റ്. ലോക്ക് ഒരു പ്രശ്നം വന്ന് ആ ഒരു കംപ്ലൈൻറ്റ് മാത്രമേ അന്ന് ഒരു ഏകദേശം 1,500 രൂപ ആ ലോക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ചിലവായി. വേറെ മറ്റ് കംപ്ലൈൻറ്റുകളൊന്നും വന്നിട്ടില്ല. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ ഞാൻ സോഫ്റ്റാക്കി. ഞാൻ കൂടുതലും സിംഗിൾ യാത്ര ആയതുകൊണ്ട് സസ്പെൻഷനകത്ത് കിടന്ന സസ്പെൻഷൻ ഒന്ന് മാറ്റി ഒരു സോഫ്റ്റ് സസ്പെൻഷൻ ഞാനിട്ട്. അതുകൊണ്ട് നല്ല സുഖയാത്രയാണ് നമുക്ക് ഫീലിംഗ് കിട്ടുന്നത്. അതായത് നമ്മൾ സോഫ്റ്റ് സസ്പെൻഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 പേർ പോകുന്ന ആ ഒരു സുഖം നമ്മൾ സിംഗിൾ ലോഡിൽ തന്നെ കിട്ടും. അപ്പോൾ ഒരു സോഫ്റ്റായിട്ട് നമുക്ക് നല്ല കാറിപ്പോകുന്ന ഒരു സുഖം നമുക്ക് ഇതിനകത്ത് കിട്ടും. അതുകൊണ്ടാണ് സോഫ്റ്റ് സസ്പെൻഷൻ ആക്കിയത്. അതായത് നമ്മൾ വണ്ടിക്കകത്ത് കയറിയിരിക്കുമ്പോൾ വണ്ടി 1 സെൻറ്റിമീറ്ററിലും താഴണം. 1 സെൻറ്റിമീറ്ററിലും താഴുന്നുണ്ടെങ്കിൽ നമുക്ക് സുഖയാത്രയായിരിക്കും. നമുക്ക് ഏത് ഘട്ടനകത്തോടൊക്കെ പോകുമ്പോൾ നമുക്ക് സുഖയാത്ര നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറിയിരിക്കുമ്പോൾ, ഇപ്പം വെയിറ്റ് ഉള്ളവരും കാണും, വെയിറ്റ് ഇല്ലാത്ത ആൾക്കാരും കാണും. വെയിറ്റ് ഇല്ലാത്തവർക്ക് കയറിയിരിക്കുമ്പോൾ ഈ വണ്ടി താഴത്തില്ല. സാധാരണ ഗതിയിലുള്ള വണ്ടികളിലൊക്കെ കയറിയിരിക്കുമ്പോൾ വെയിറ്റ് കുറഞ്ഞ ആൾക്കാർ ഒക്കെ ഇരിക്കുമ്പോൾ അപ്പോൾ അവർക്ക് ഒരു യാത്ര ഒരു ഹാർഡായിട്ട് തോന്നും. അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വണ്ടിക്കകത്ത് സസ്പെൻഷൻ സോഫ്റ്റ് ആക്കുക. സസ്പെൻഷൻ സോഫ്റ്റ് ആക്കാൻ വേണ്ടി എനിക്ക് ചിലവായത് 1,500 1,600 ആ റേഞ്ചാണ്. 1,600 രൂപയ്ക്ക് 2 സസ്പെൻഷൻ നമുക്ക് എനിക്ക് മാറി കിട്ടിയിട്ടുണ്ട്. പിന്നെ ടയർ ഏകദേശം തേഞ്ഞ് പോയിട്ടിരിക്കും. ഇനി ഉടൻ തന്നെ ടയർ മാറ്റണം. പിന്നെ ഇതിനിടയ്ക്ക് ബ്രേക്കിൻ്റെ ലൈനിങ് ഒന്ന് മാറി. അതും ഏകദേശം 500-600 രൂപയും കണ്ട് ആ റേഞ്ചിൽ, ഈ 500 രൂപയും കണ്ടാണ് തോന്നുന്നു. അതിൻ്റെ ലൈനിങ്, ബ്രേക്കിൻ്റെ ലൈനിങ് അത് മാറിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്വിച്ചുകൾക്ക് ചിലപ്പം കംപ്ലൈൻറ്റ് വേണമെങ്കിൽ WD-40 എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് സ്പ്രേ ചെയ്ത് ഈ സ്വിച്ചിൻ്റെ പുറത്ത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഈ മഴയൊക്കെ ഉള്ള സമയത്ത് ഉള്ള ഇത് ചിലപ്പോൾ ഹോൺ വീഴത്തില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ പ്രശ്നങ്ങൾ WD-40 അടിക്കുമ്പോൾ തന്നെ അത് മാറും. അതിനകത്തുള്ള തുരുമ്പുകളൊക്കെ പോകാൻ ആ ഒരു സാധനം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ട്. ഈ ഒരു സാധനം ഇത് 70 രൂപയുള്ളൂ. ഇതെടുത്ത് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ലൂസ് കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ, ലൂസ് കോണ്ടാക്റ്റ് അല്ല, ഈ തുരുമ്പിൻ്റെയും അല്ലെങ്കിൽ ക്ലാബിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് സോൾവ് ആവും. വേറെ മറ്റ് സ്വിച്ചുകൾക്കോ മറ്റുള്ള ഇതിനൊന്നും ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. ഇതേവരെ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. പിന്നെ ചെറിയ ഇങ്ങനെയുള്ള ബ്രേക്ക് ലൈനിങ് മാറുക, പിന്നെ പൂട്ടിൻ്റെ കംപ്ലൈൻറ്റ്, പിന്നെ ഇതൊക്കെ തന്നെ. പിന്നെ ഷോക്ക് ഓബ്സറിൻ്റെ അത് മാറി. ഇത്രയും കംപ്ലൈൻറ്റാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഏകദേശം ഒരു 12,000 രൂപ 13,000 രൂപ എനിക്ക് ഇതിൻ്റെ സർവീസിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലവായിരുന്നു. അത്ര മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. വേറെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ ചെറിയൊരു സ്ക്രാച്ച്, അതൊരു വണ്ടി വന്ന് ഉരച്ചതാണ്. വണ്ടി വന്ന് ഉരച്ച് ഇവിടെ ചെറിയൊരു സ്ക്രാച്ച് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. കുഴപ്പമില്ല, നഷ്ടമില്ലാത്തൊരു വണ്ടിയാണ്. ഏകദേശം ഒരു 40,000 കിലോമീറ്റർ ഓടിക്കാം. അന്ന് ഞാൻ എടുക്കുമ്പോൾ ഏകദേശം 1,00,000 താഴെ കണ്ടായതേ ഉള്ളൂ 3 വർഷം മുമ്പ്. അപ്പം നമുക്ക് ഒരു 40,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ഇത് വണ്ടി മുതലാണ്. പിന്നെ ഇതിൻ്റെ ബാറ്ററി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതും 2,400 വാട്ട്സിൻ്റെ ബാറ്ററിയാണ്. ഏകദേശം ഇപ്പോഴത്തെ വളരെ 36,000 രൂപ ബാറ്ററിക്ക് ചിലവാകും. ബാറ്ററിയുടെ വില കുറഞ്ഞു വരുന്നുണ്ട്. 2,400 വാട്ട്സിൻ്റെ ബാറ്ററിക്ക് ഇപ്പം 36 രൂപയാണെന്നാണ് ഇപ്പം ആമസോണിൽ കിടക്കുന്ന വില. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ക്ഷമയോട് കൂടി എൻ്റെ വീഡിയോ വായിച്ചതിന് നന്ദി. താങ്ക് യു.